ഹായ് ഗൈസ്, എല്ലാവർക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. എജുപോർട്ടിന്റെ മൈക്രോബിറ്റ് PDF നിങ്ങളുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കിട്ടാത്തവർക്ക് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. സോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഈ ഒരു PDF. ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു നോട്ട്സ് ആണ് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. അപ്പോൾ ആ നോട്ട്സ് മാത്രം, പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യണം. കൃത്യമായിട്ട് ഇതിലെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി നോട്ട്. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. 4 ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആൻഡ് ഇക്വാലൻസ് റിലേഷൻ. ഈസിയാണ്. ഒരു സെറ്റ്, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്നുള്ളത്. എ എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ അല്ലെങ്കിൽ ഒരു എലമെന്റ് നമ്മുടെ ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. വേർ ഓൾ സ്മോൾ എ, അതായത് എ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ എല്ലാ സ്മോൾ എയും നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലായിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. എക്സാമ്പിൾ നിങ്ങൾ കണ്ടതാണ് 1 1 2 2 3 3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർസ് ഒക്കെ ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആൻഡ് 1 2 3 ഒക്കെ ആ നമ്മുടെ ഡിഫൈൻ ചെയ്ത സെറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയായിരുന്നു. രണ്ടാമത്തത് സിമെട്രിക്. AB എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ BA നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ 1 2 ഇല്ല, 1 1 2 2 3 3 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ആ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെങ്കിൽ മാത്രം കേട്ടോ. സോ 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. 1 2 ഉണ്ട്, 2 1 ഇല്ല, അപ്പോൾ അതെന്തല്ല? സിമെട്രിക് അല്ല. 1 2 ഇല്ലെങ്കിൽ സിമെട്രിക് ആണ്, നോ പ്രോബ്ലം. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് റിലേഷനാണ്. AB ഉണ്ട്, പിന്നെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഓർഡേർഡ് പെയർ ഉണ്ടോ നോക്കുക. അതായത് BC, ലൈക്ക് BC. AB ഉണ്ട്, BC ഉണ്ട്, അപ്പോൾ ആര് വേണം റിലേഷനിൽ? AC വേണം. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, അപ്പോൾ ആര് റിലേഷനിൽ വേണം? 1 3 വേണം. ഇനിയിപ്പോൾ 1 3 ഇല്ലെങ്കിലോ? അത് ട്രാൻസിറ്റീവ് അല്ല. ഇനിയിപ്പോൾ 1 2 ഉണ്ട്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരും ഇല്ല എന്ന് വിചാരിച്ചു, എന്നാലും ആ റിലേഷൻ എന്തായിരിക്കും? ട്രാൻസിറ്റീവ്. അപ്പോൾ കണ്ടീഷൻ എത്രയേ ഉള്ളൂ? ABയും BCയും റിലേഷനിലുണ്ടെങ്കിൽ, ABയും BCയും റിലേഷനിലുണ്ടെങ്കിൽ AC എന്തായാലും ആ റിലേഷനിൽ വേണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തത് ഇക്വാലൻസ്. ഇക്വാലൻസ് ആണെങ്കിൽ റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക്കും ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഒരു റിലേഷൻ ഒരേ സമയത്ത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. അടിപൊളി. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇക്വാലൻസ് ക്ലാസസ്. ഇക്വാലൻസ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ ഇക്വാലൻസ് റിലേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻ, ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഡിഫൈൻ ചെയ്തത് എ എന്ന് പറയുന്ന സെറ്റിലാണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. 1 3 ഉണ്ട്, 3 1 ഉണ്ട്, നോ പ്രോബ്ലം. ഇനി ട്രാൻസിറ്റീവ് ആണ് കേട്ടോ. ട്രാൻസിറ്റീവ് ഇതാ 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 1 1 ഉണ്ട്. ഓക്കെ, 1 1 ഉണ്ട്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇക്വാലൻസ് റിലേഷൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ് ഇക്വാലൻസ് ക്ലാസസ്. അതായത് നിങ്ങൾക്ക് ഈ റിലേഷനിലെ എല്ലാ എലമെൻറ്റിനെയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റുകൾ, 1 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ആരാ? 1. ഈ റിലേഷനിൽ 1 ആയിട്ട് പിന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ 3. ഓക്കെ, അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി. ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അത് നമ്മളൊരു സെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് ആ റിലേഷനിൽ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സുകളെ എഴുതിയാൽ മതി. അപ്പോൾ 1ഉം 3ഉം. ഇനി ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അത് ആരൊക്കെ ആയിരിക്കും? 2 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആകെ 2 മാത്രമേ ഉള്ളൂ, അപ്പോൾ സെറ്റ് 2. ഇനി ഇക്വാലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് 3 ഉണ്ട്, അതേപോലെ തന്നെ 1 ഉണ്ട്. അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാ? സെറ്റ് 3 1. വളരെ സിമ്പിളാണ്. ആൻഡ് ഒരു കാര്യം കൂടി, ഈ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1ഉം ഇക്വാലൻസ് ക്ലാസ് ഓഫ് 3ഉം ആക്ച്വലി സെയിം ആണ്. ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1 ഈസ് ഈക്വൽ ടു ഇക്വാലൻസ് ക്ലാസ് ഓഫ് 3. ആൻഡ് നിങ്ങൾ ഈ ഇക്വാലൻസ്, നിങ്ങളുടെ ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെ ഇക്വാലൻസ് ക്ലാസ് നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ എല്ലാ എലമെന്റ്സിന്റെ ഇക്വാലൻസ് ക്ലാസ് എടുക്കുമ്പോൾ ഈ സെറ്റുകളുടെ എല്ലാം യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഈ എ എന്ന് പറയുന്ന സെറ്റ് തന്നെയായിരിക്കും. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈസി ആയിട്ടുള്ളതാണ്. രണ്ടാമത്തത് ഫങ്ഷൻസ്. ഫങ്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് എന്താണ് ഫങ്ഷൻ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ +1 പഠിച്ചതാണ്. എ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി. എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷനാന്ന് പറയാം? എവറി എലമെന്റ് ഓഫ് എ ഹാസ് ഓൺലി 1 ഇമേജ് ഇൻ ബി. അതായത് ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരേ ഒരു ഇമേജ് മാത്രമേ പറ്റൂ. എവിടെ? രണ്ടാമത്തെ സെറ്റിൽ. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയും. ഇനി ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ നമ്മൾ എഴുതുക. നമ്മളിങ്ങനെ ഓർഡേർഡ് പെയർ എഴുതുന്ന സമയത്ത് ഇതാ സെറ്റ് ഓഫ് ഓൾ എ എന്ന് പറയുന്നത് എന്താ? ആ ഫംഗ്ഷനുള്ള ഓർഡേർഡ് പെയർസിലുള്ള ഫസ്റ്റ് എലമെന്റ്സ്, അതിനെ നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. റേഞ്ച് എന്ന് പറഞ്ഞാലോ അതിലുള്ള സെക്കൻഡ് എലമെന്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടൈപ്പ് ഫംഗ്ഷൻ ആണ് 1 1ഉം ഓൺ 2. 1 1 ഫംഗ്ഷനും ഓൺ 2 ഫംഗ്ഷനും.
നിർബന്ധമാണ്, പഠിച്ചിരിക്കണം. സോ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷൻ 1 1 ആവെന്ന് പറയാം? ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും രണ്ടാമത്തെ സെറ്റിൽ ഇമേജ് വേണം. രണ്ടാമത്തെ സെറ്റിൽ ഒരേ ഒരു ഇമേജ് മാത്രമേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എന്താകൂ, ഫംഗ്ഷൻ ആകൂ. പക്ഷേ 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും രണ്ടാമത്തെ സെറ്റിൽ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. അതായത് 1ൽ നിന്ന് പിയിലേക്ക് പോയി പിന്നെ 2ൽ നിന്ന് ഈ പിയിലേക്ക് വരാൻ പാടില്ല. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഉള്ള നോക്ക്, 1ന്ന് 2, 1ന്ന് പി, 2ന്ന് R, 3ന്ന് S, 4ന്ന് T. ആദ്യ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ് രണ്ടാമത്തെ സെറ്റിലുള്ളത്. അപ്പോൾ ഇതെന്താ, ദിസ് ഈസ് എ 1 1 ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തത് 1 1 ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷൻ്റെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ഒരു ഫംഗ്ഷൻ 1 1 ആകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? f(x1) ഈസ് ഈക്വൽ ടു, ചെക്ക് ചെയ്യാനാണ്, f(x1) ഈസ് ഈക്വൽ ടു f(x2) എന്ന് എടുക്കുക. എന്നിട്ട് അത് x1 ഈസ് ഈക്വൽ ടു x2 ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, 1 1 ആണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത കാര്യം, ഓൺ ടു സർജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷനെ നമ്മൾ ഇൻജക്റ്റീവ് എന്നും ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും വിളിക്കും. സർജക്റ്റീവ് ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ സെറ്റ്, അതായത് ബി എന്ന് പറയുന്ന സെറ്റ്, ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും അതിന്റെ മുമ്പത്തെ സെറ്റ്, അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ ഒരു പ്രീ ഇമേജ് വേണം. ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെ അടുത്തേക്കും മാപ്പിംഗ് വരണം എന്നുള്ളതാണ് ചുരുക്കം. പ്രീ ഇമേജ്, രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ആദ്യത്തെ സെറ്റ് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഒക്കെ ഒന്ന് നോക്കി വെക്കട്ടോ. ഇത് ചെക്ക് ചെയ്യാൻ എന്താ കണ്ടീഷൻ? റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സെറ്റ് മൊത്തമായിരിക്കും. അപ്പോൾ റേഞ്ച് ഫംഗ്ഷനിൽ എന്തായാലും രണ്ടാമത്തെ സെറ്റിൽ എല്ലാവർക്കും മാപ്പിംഗ് വരണ്ടേ. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്ന ഈ സെറ്റിൽ എല്ലാവരും വരുമല്ലോ. അപ്പോൾ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയും. സിമ്പിൾ കാര്യം. ഇനി അടുത്തത് ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു, ഒരു ഫംഗ്ഷൻ ഒരേ സമയം 1 1ഉം ഓൺ ടും ആകുകയാണെങ്കിൽ അതിനെ നമ്മൾ ബൈജക്റ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കി, 1ന്ന് എയിലേക്ക്, 2ന്ന് സിയിലേക്ക്, 3ന്ന് ബിയിലേക്ക്. 1 1 ആണ്. ആദ്യ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണുള്ളത്. ഇവിടെയുള്ള എല്ലാവർക്കും പ്രീ ഇമേജും ഉണ്ട്. അപ്പോൾ 1 ഓൺ 2 ആണ്. 1 1 ഓൺ 2 ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം. ബൈജക്റ്റീവ് ആണെങ്കിൽ 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അപ്പോൾ എങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ചെയ്താൽ? എന്ന് ബിയിലേക്കാണ് ഈ ഫംഗ്ഷൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ തല തിരിച്ചിട്ട് ബിന്ന് എയിലേക്ക് ഒന്ന് മാറ്റി നോക്കുക. ബിയിൽ നിന്ന് എയിലേക്ക്. ഇവിടെ 1 to എ ആണെങ്കിൽ എ ടു 1, 2 to സി ആണെങ്കിൽ ഇവിടെ സി ടു 2, 3 to ബി ആണെങ്കിൽ ബി ടു 3. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നത്. അതാണ് എഫ് ഇൻവേഴ്സ്, ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ആയിരിക്കണം. ബൈജക്റ്റീവ് ആകണമെങ്കിൽ ഫംഗ്ഷൻ 1 1ഉം ഓൺ 2ഉം ആയിരിക്കണം. ആൻഡ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ജി ഓഫ് എഫ്, ജി ഓഫ് എഫ്, ജി ഓഫ് എഫ് എന്ന് എഴുതുകയാണെങ്കിൽ നോക്കണേ, അത് എയിൽ നിന്ന് സിയിലേക്ക് പോവുക. ജി ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി. അതിനെയാണ് നമ്മൾ ജി ഓഫ് എഫ് എന്ന് പറയാം. ജി ഓഫ് എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാം, എഫ് ഓഫ് ജി എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇത് നോട്ട് ചെയ്യണേ, എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് സ്ക്വയർ. ഇനി നോക്കേ, എഫ് ഓഫ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ്, അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ ആകുമ്പോൾ സൈൻ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? സൈൻ എക്സ് സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. സിമ്പിൾ. ഇനി അടുത്ത് ജി ഓഫ് എഫ് ആണെങ്കിലോ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് അല്ലേ, അപ്പോൾ ജി ഓഫ് സൈൻ എക്സ് എന്ന് വരും. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് ഉള്ള സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുത്താൽ മതി? സൈൻ എക്സ് കൊടുത്താൽ മതി. അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും, അതായത് സൈൻ സ്ക്വയർ എക്സ്. ദാറ്റ്സ് ദ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് കാണാം. ആൻഡ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഒരുപാട് വീഡിയോസും ലൈവുകളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ മൈക്രോബിറ്റ്സ് നോട്ട്സും ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ.